പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ 9 വ്യാജ വോട്ടർമാരുണ്ട് എന്ന കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. വിലാസം രേഖപ്പെടുത്തിയ ഫോർസിൽ ഫ്ളാറ്റായിരുന്നു. ഈ വോട്ടർമാരെ അറിയില്ല എന്ന് ഇതേ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. 4 വർഷമായി ഇവിടെ താമസിക്കുന്നുവെന്നും വോട്ടർ പട്ടികയിൽ തങ്ങളുടെ വിലാസത്തിൽ 9 പേരെ അറിയില്ലെന്നും വീട്ടുകാർ പറഞ്ഞു. ഈ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അജയ്കുമാർ എസ്. ഇയാളുടെ വോട്ടർ ഐ.ഡി. വെച്ച് പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വോട്ടാണെന്ന് വ്യക്തമാക്കി എന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തു. സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് അജയ്കുമാർ എന്ന ഇയാളുടെ അയൽവാസി ചാനലിനോട് വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെ 79 വോട്ടർമാരെ ക്രമവിരുദ്ധമായി പട്ടികയിൽ ചേർത്തുവെന്ന് കണ്ടെത്തി വോട്ട് ചെയ്യുമെന്ന് തടഞ്ഞത് കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജയ്കുമാർ എസ് എന്ന വ്യക്തി തൃശൂരിലായിരുന്നു വോട്ട്. അച്ഛൻ്റെ പേര് ശ്രീകുമാരൻ നായർ എന്നായിരുന്നു പട്ടികയിലുള്ളത്. വീട് നമ്പർ 4C ക്യാപിറ്റൽ വില്ലേജ് എന്നും ചേർത്തിരുന്നു. ഇയാളുടെ ഫോട്ടോയും വ്യക്തമാണ്. ഈ വോട്ടറെ അറിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം 4Cയിലെ 4 വർഷമായി താമസിക്കുന്നവർ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അജയ്കുമാർ എന്ന വ്യക്തിക്ക് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തായിരുന്നു വോട്ട്. ശാസ്തമംഗലത്തെ NSS സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ടർ ഐ.ഡി. രണ്ടിടത്തും ഒന്നാണ്. അജയ്കുമാറിന്റെ ഫോട്ടോസ് കാണിച്ചപ്പോൾ സമീപവാസി സ്ഥിരീകരിച്ചു. ഇയാൾ സുരേഷ് ഗോപി ഡ്രൈവറാണ് എന്ന് പറയുകയും ചെയ്തു. അജയ്കുമാറിനെ അയൽവാസികൾ പ്രമോദ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് മണക്കാട് ജോലി ചെയ്യുകയാണെന്നും കുടുംബവുമായി ഇവിടെ തന്നെയാണ് താമസമെന്ന് അയൽവാസി വിശദീകരിച്ചു. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കരട് വോട്ടർ പട്ടിക അടുത്തിടെ പുറത്തിറക്കുന്നു. ഇതിൽ ശാസ്തമംഗലത്തെ വോട്ടറാണ് അജയ്കുമാർ എസ്. പൂങ്കുന്നം ശംഖുളത്തെ ഇന്റാൻ ഫ്ളാറ്റ്, വാട്ടർ ലില്ലി ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ യഥാക്രമം 79, 38 വോട്ടുകൾ ക്രമവിരുദ്ധമായി ചേർത്തു എന്ന് ആരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തി. അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയപ്പോഴാണ് ഇത്രയും പേര് കണ്ടത്. കളക്ടർക്കും പരാതി നൽകി ഇവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു എന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നു.